പഴയകാല ഓർമ്മകൾ ബാബു സാറിനെ മാടികൊണ്ടുള്ള ചാറ്റികളാണ്. ട്രാക്ക് റെഡിയാക്കണ അത് ഹരത്ത് വന്നല്ലോ. അലത്താ സാറേ ജുനൈദ് റെഡിയാ? വണ്ടിയേറ്റ് പി ടി സാർ അതിസാഹസികമായി സെറ്റ് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ട് റെഡി. ആവശ്യമെങ്കി വാ, താളക്കഞ്ഞു ആവശ്യമെങ്കിൽ താളക്കഞ്ഞു. ഇങ്ങേ വാ, ഇപ്പുറത്തിലെ വാ, ഇങ്ങ വീണു പോരുത്. സീനിയർ മോസ്റ്റ് TGT പൈസ തെറ്റ് വണ്ടി കൊണ്ടോ, വണ്ടി മേലെ കൊണ്ടോ. മത്സരമാക്കി. കൈ കുത്തന്നെ ഓലെ വലിച്ചുകൂടി. ഓല ഓടി, ഓല വിടരുത്. വണ്ടിയെ ട്രാക്ക് മാറിപ്പോയല്ലോ. വണ്ടിയെ ട്രാക്ക് മാറിപ്പോയി. ഇതെല്ലാം ഒരു ഉരിഞ്ഞതിന്റെ പിന്നെ നല്ലോണം ഉരി സാലി 19th കാലഘട്ടത്തിലേക്ക് ഒരു തിരിച്ചുപോക്കാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ മേളാസേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
നമുക്ക് ഇവിടെ എങ്ങനെ ഇല്ല അമ്മ ഇവിടെ ഈ ഇടയില അപ്പോൾ 19th കാലഘട്ടത്തിലേക്ക് ഒരു തിരിച്ചുപോക്കാണ്. പണ്ട് കാലങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികളൊക്കെ ഈ മേള സെറ്റിലൊക്കെ വരലും അതുപോലെ ഇവിടെയുള്ള കൃഷിയിടങ്ങളിൽ നിന്നും പച്ചക്കറികളൊക്കെ പറിച്ചെടുക്കലും അല്ലേ സപ്പോർട്ട് എടുക്കലും. അപ്പൊ ഇവിടുത്തെ കമാൽ സാറിന് ഈ മേള സെറ്റിനെ കുറിച്ചുള്ള ഓർമ്മ തന്നെ ഉണ്ടല്ലോ. ഏകദേശം ഒരു 10-30 വർഷം മുമ്പുള്ളതാണെന്ന് തോന്നുന്നു. പണ്ട് കാലങ്ങളിൽ ഇവിടെ ഇതിലേ വരുമ്പോ ശരിക്ക് നല്ല സപ്പോർട്ടെല്ലാം കഴിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വാഴ കൃഷികളുണ്ടായിരുന്നു. ഇപ്പൊ അതിനെല്ലാം ചെറിയൊരു ഭംഗം വന്ന പോലെ തോന്നുന്നുണ്ട്. ഈ സൈറ്റിന്റെ അടുത്താണ് നമ്മുടെ എയർപോർട്ടിന് വേണ്ടി തറക്കല്ലിട്ട ഭാഗമുള്ളത്. അത് നേരെ കാണുന്നതാണ് ഈ ആസാദ് തറക്കല്ലിട്ട് അതാണ്. ഇതാണ് ഒരു 10 എത്ര വർഷമായി? എത്ര വർഷമായി ഇപ്പോ? 20 വർഷം ആയിട്ടുണ്ടാവും. 20 വർഷം മുമ്പ് ആണ് തറക്കല്ലിട്ട്. അതിന് പിന്നെ പല പ്രശ്നങ്ങൾ കാരണം അത് ഇതുവരെ നടന്നിട്ടില്ല, പ്രായോഗികമായിട്ടില്ല. നല്ലതായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ഓക്കെ, കമാൽ സാറിന് ഇവിടെ മേള സെറ്റിലുള്ള അനുഭവങ്ങള് ചെറുപ്പത്തിൽ ഇവിടെ ഒരു കാർഷിക മേള നടത്തിയിരുന്നു. അന്ന് ഇവിടെ ഭയങ്കര ആർഭാടകരമായ ഒരുപാട് കലാരൂപങ്ങളും ചെടികളും എല്ലാം കൊണ്ട് നിറഞ്ഞതായിരുന്നു. കാണിച്ചിട്ടുണ്ടല്ലോ. അതെ, എയർപോർട്ടിന്റെ കോണ്ടീഷനാ. പണ്ട് മീനയും ചക്കരയെല്ലാം കിട്ടുന്നുണ്ട്. ഏകദേശം ചെല്ലോണം കറക്റ്റ് 29 വർഷം. ഈ ഒരു ചായ അടിച്ചപ്പോൾ കശി സഫറുല്ലാ സാറിന്റെ ഓർമ്മയിൽ ഇവിടെ ഉള്ള എങ്ങനെയാണ്? സഫറുല്ലാ സാറിന് ഓർമ്മ ഈ ഏരിയയിൽ എങ്ങനെയാണ് ഉള്ളത്? കൃഷിയാണുള്ളത്. എന്നെയല്ലോ എല്ലാ കൃഷിയും മത്തം, വിളവൻ, വെള്ളരി, വെണ്ട, വത്തക്ക എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും. 1996 ശേഷമാണ് ഈ തയ്യെല്ലാം വരുന്നത്. ഈ തെങ്ങുകൾക്ക് ഇവിടെ തെങ്ങില്ല. നമ്മുടെ ക്യാമ്പ് റോഡിൽ നിന്ന് നോക്കിയാൽ മുല്ലക്കമ്പ റോഡ് വരെ ഫ്രീ ആയിട്ട് കാണാമായി. അങ്ങനെ പ്ലെയിൻ ഏരിയ ആയിരുന്നു. അതുകൂടാണ്ട് മധുരക്കിഴങ്ങ് നടുന്ന ഒരു സീസൺ ഉണ്ട്. ആ സീസണിൽ ശേഷമാണ് ഷുഗർ കെയിനിന്റെ ഇടയിലെല്ലാം ഉണ്ടായിരുന്നു. നെല്ല് കൃഷി മെല്ലം ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. മെല്ലം ഉണ്ടാക്കുന്ന ഒരു ഷെഡെല്ലാം കുറച്ച് അപ്പുറത്തുണ്ട്. കിഴക്ക് ഭാഗത്ത് ഇതിന്ന് കുറച്ച് കിഴക്ക് പോയാൽ മെല്ലം ഉണ്ടാക്കുന്ന ഒരു ഷെഡും ഒരു ചെറിയൊരു കുന്നിന്റെ മുകളിലാണ് മെല്ലം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് ഏകദേശം ഒരു നമ്മുടെ ഇപ്പോൾ ഉള്ള ഇലക്ട്രിസിറ്റി ഓഫീസിൽ അതിൽ നിന്ന് തെക്കോട്ട് ഇറങ്ങി വന്നാൽ കാണുന്നതാണ്. ശരി. മേള സെറ്റിന്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിപ്പോ ഒരു കുന്നിന്റെ മേലിൽ കുറെ സാറന്മാർ അവിടെ കയറിയിരിക്കുകയാണ്. സെൽഫി ഇത്തപ്പണം തേങ്ങ പോലോ.
എൻ്റെ എടുത്തോ. ചിക്കൻ റോൾ അടിപൊളിയേ. കാളെ നിൽക്കട്ടെ. 19th കിഡ്സിൻ്റെ ഓർമ്മകളാണ് ഇതൊക്കെ. ഞങ്ങളൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഇങ്ങനെ ഈ കുന്നിൻ്റെ മേലെയൊക്കെ കയറിയിട്ട് ഇതുപോലെ ഒക്കെ സ്ലൈഡിങ് ചെയ്തതാണ്. തിരിച്ചു പോയിക്കൊണ്ടാണ് എങ്ങനെയാ വയ്ക്കുന്നത്? വാ ബാബു സാർ ഇതിൻ്റെ എക്സ്പേർട്ടാണ്. അടുപ്പിച്ചോ. ഇത് കണ്ടാലാണ് ഞാൻ ചേഹോ സാറിനാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. തേങ്ങയും മാസം ആരാണ്ടിയ തെങ്ങെല്ലാം നമ്മാഞ്ചലി കാട്ടി വെള്ളമടിച്ചാളെ കറുത്ത പറഞ്ഞതാ. വേറെ തീറ്റയും കൂടി അയച്ചു. തീറ്റയുടെ ആശാൻ എത്തിയത്. മാസ്റ്റർ ഇങ്ങനത്തെ ഇത് മേടിച്ചാൽ മതി. ഞാൻ 22 തിരുപ്പതി സീനിയോറിറ്റി പോലെ കൊടുത്തോ. വെറുതെ കനം തൂക്കുവല്ലേ. ഇപ്പൊ തന്നെ എല്ലാം കുടിച്ച ബയറ്റൊക്കെ തൂക്കിക്കോ നടന്നവനെ. കഴിഞ്ഞ് കുടിച്ചാലാണ് പിന്നെ അവിടെ ഞാൻ കുടിക്കാൻ അതും മൂത്ത ചൂടുണ്ട്. ഇവിടെ മാത്രമല്ലേ പള്ളിക്കുന്നു ഗുജറായി ഞങ്ങളവിടെ ഐറ്റിയനാടെ സൂപ്പർ വെള്ളല. അതിന് വെള്ളം ഞാൻ മലയാളാക്കിയ സൂപ്പർ വെള്ളം പറ്റിയിട്ടുണ്ട്. സൂപ്പർ വെള്ളം പറ്റിയിട്ടുണ്ടെന്ന് സൂപ്പർ വെള്ളം. അയാളങ്ങനെ അതിനോട് തീർത്തോളൂ അല്ലേ. കളഞ്ഞ ബിരിയാണി ഉള്ളതുകൊണ്ട് അതിനോട് തീർത്തോളൂ. കൈയിട്ട് ഉള്ളിൽ കിട്ടുവാണ് അതിന് വേണ്ടിയാണ് വാവണ്ണം ആയിക്കോട്ടെ. നല്ല വെള്ളൽ. മൂക്കിനെ കുറച്ചാണ് അപ്പൊ തന്നെ സ്ലോ മോഷനിൽ നടന്നോ. സ്ലോ മോഷനിൽ നടന്നോ.
ഇപ്പൊ ബാക്കിയാര് ഇനി 7 ആൾ ബാക്കി 7 ആൾ ബാക്കി ഷംസീർ ബാക്കി ഒരാൾക്കൊന്ന് വീഡിയോ ഞാൻ ഉള്ളു കാട്ടി ആന വെള്ളല മൂക്ക ശരിയല്ല. അതൊന്നും ഈ ഒരു ഭാഗത്തെ കരിക്കിന്റെ ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ എന്താ പറയുന്നത്, ലക്ഷദ്വീപിൽ മൂക്ക് എന്നാണ് ഇതിന് പറയുന്നത്, ഈ ഒരു ഭാഗം. ഓക്കെ, നല്ല വെള്ളം കടി കടി. അടിപൊളി റോഡാണ്. ആരുണ്ടെങ്കിലും ആരുണ്ടിയ പറഞ്ഞോ. താമത്തെ ടീച്ചർക്ക് ഇതെല്ലാം കണ്ട് നല്ല അടിപൊളി റോഡുണ്ട്. ആരുണ്ടാക്കിയതെങ്കിലും അല്ലാഹു നല്ല ബർക്കത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി സ്കൂളെ കൊണ്ടുവരാൻ മനസ്സ് കൊടുക്കുന്നത് നല്ല വെള്ളമാണ്. നല്ല വെള്ളലാണ്. ചെങ്ങ വേറെ ഓക്കെ തേങ്ങ എത്ര തരമുണ്ട് പറയ ഉള്ള കുടിയാതെ പറഞ്ഞോ. അല്ല കുടിയായത് പറഞ്ഞോ. നല്ല വെള്ളം അത് പറഞ്ഞു ഇല്ല. തേങ്ങ പല വെറൈറ്റി പറയില്ല. ആ പോസ് പോസ് പറഞ്ഞു. കൂടി 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 ഒരു കൂടി കൂടി. അടിപൊളി. ഇതിനോട് ഞാൻ യോജിക്കുന്നു. ആര് വെച്ചാലും സാലി സാറിന് വെള്ളലാണത്. എല്ലാറ്റും ആരോഗ്യം എല്ലാം കൊടുക്കട്ടെ. നല്ലൊരു ഇതാണ് വെള്ളലൊന്നുമല്ലേ. അതിമനോഹരമായ ഒരു വെള്ളം ഇവിടെ ഉണ്ട്. തണ്ണി എവിടെ പോകാനാണ്ടേ ഇതിനുള്ളിൽ ഇല്ലേ പോലെ ഞങ്ങളുടെ ആന്ത്രോത്ത് ദ്വീപിലെ കാട് പോലുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് GSBS എടച്ചേരിയിലെ അധ്യാപകർ എല്ലാവരും കൂടി ഒരു പിക്നിക്കായിരുന്നു ഇന്ന്. അപ്പോൾ അങ്ങനെ കാണുന്ന കാട്ടിലെയും തോട്ടിലെയും ഒക്കെ ഇങ്ങനെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേതാനും കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. മൊത്തം ഗ്യാങ് അപ്പുറത്ത് എവിടെ ഉണ്ട്. അവരെ തേടിയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു വീഡിയോ വിട്ടായിരുന്നു. ഇത് എവിടെയില്ല സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് ആ സിഗ്നൽ. വീഡിയോ എടുത്തേ. വീഡിയോ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അതാ അവിടെ കാണുന്നുണ്ട് ഹേപ്പേ അവിടെ വീഡിയോ കാണുന്നുണ്ട്. ഗ്യാങ് അതാ പോവുകയാണ്. കണ്ടിയാ കണ്ടെത്തി. അങ്ങനെ അതിസാഹസികമായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതാ ഗ്യാങ് അവിടെ പോവുകയാണ്. റീപ്ലേ അല്ലല്ലോ. കാട്ടുജാതിക്കാരെ പുള്ളിയാണ്. അയ്യോ ചെറിയ ചെറിയ തോടുകളും കൂവലുകൾ. ഇതിനെ ഞങ്ങൾ കൂവൽ എന്നാണ് പറയാ. കൂവൽ വാഴക്കൃഷി ചെയ്യാൻ വേണ്ടി. അതൊന്ന് പറഞ്ഞോ. ഹലാല ഹറോമാനായിട്ട് മാറി ദാഹിച്ചാൽ സാധാരണ കൂടെ ഉള്ള ചങ്ങാതിമാര് പറയും കുടിച്ചോ ഹലാലാണ്, അപ്പൊ എടുത്ത് കുടിക്കും. അതാണ് കൂവൽ എന്ന് പറയും. ഇങ്ങനെ എടുത്ത് ഹലാലെന്ന് കൂടെ ഉള്ളവര് പറയുമ്പോ കുടിക്കും അല്ലേ. അത് ഹറാം എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടും അല്ലേ. അപ്പൊ കുടിക്കാൻ പാടില്ല അല്ലേ. അതങ്ങനെ ഒരു കഥയാണ്. ഈ കൂവലിന്റെ കഥയാണ് ഇപ്പോൾ റാഫി സർ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതേപോലെ ഇങ്ങനെ
തോടുകളിലൊക്കെ കളിക്കാനൊക്കെ വരും. അപ്പോൾ ഇതേപോലുള്ള കൂവൽ അപ്പോൾ ദാഹിച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ ഇവിടെ വേറെ വെള്ളമില്ലല്ലോ. അപ്പോൾ ഇതേപോലുള്ള കൂവലിൽ നിന്നും എടുത്തിട്ടാണ് വെള്ളം കുടിക്കുക. അപ്പോൾ കുടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കൂടെയുള്ളവരോട് ചോദിക്കും ഇത് ഹലാലോ ഹറാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഹലാലെന്ന് പറയണം. ഹലാലെന്ന് പറഞ്ഞാൽ അതെടുത്ത് കുടിച്ചോളും. അതാണ് കൂവലിൻ്റെ കഥ. വന്നിപ്പോൾ ഞങ്ങൾ ഇത്തേവള്ളി എന്നറിയപ്പെടുന്ന സ്ഥലത്തിരിക്കുകയാണ്. ഈ പള്ളിയുടെ ചരിത്രം, ഈ പള്ളിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞോക്കെ. ഈ പള്ളിയെക്കുറിച്ച് ഇത് മുമ്പിലാണ് ആദ്യമായിട്ട് ആന്ധ്രോത്തിൽ വന്നിരുന്ന സ്ഥലം. അതിനു വേണ്ടി ചെറിയൊരു സ്ഥലമാണ്. ഇത്താൻ്റെ ഒരു പെണ്ണാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത് ആദ്യം, നേർച്ചയും വച്ച്. അതുകൊണ്ടാണ് ഈ പള്ളിക്ക് ഇത്തേ പള്ളി എന്നുള്ള നാമം വന്നത്. അത് ശരി, ഓക്കെ. അത് ദാഹമകറ്റുന്ന സെയ്ദ് ഷെയ്ഖോയ സർ, കിണറ്റിലേക്ക് കാലിറക്കിയിരിക്കുന്ന ഫൈസി മാഷ്. എല്ലാവർക്കും നല്ല ദാഹമാണ്. അവ വെള്ളം കുടിക്കാൻ ഹലാല ഹറാമും കേട്ടോ. ഹലാലെ കൈക്കോട്ടിട്ട് ഹലാല ഹറാമും കേൾക്കണേ. ഏത് കേള് ഹലാല ഹറാമും കേട്ടോ. അപ്പൊ കുടിച്ചോ സർ. ഹലാൽ ഹലാൽ. അപ്പൊ കുടിച്ചോ. ഇത് കിണറ്റിലാണിയില്ല, കൂവലിലാണിയാണ് എങ്ങനെ കുടിക്കേണ്ടി. എങ്ങനെ അടിപൊളിയാ. ഓ എല്ലാരും സാറി സാറേ ക്ഷീണിച്ചു. ഇതാണ് ഇത്തേപള്ളിയുള്ളത്. ഇത്തേപള്ളിയുടെ അകംവശം ഇതാണ്. ചെറിയൊരു റൂമാണ്. ഒരാൾക്ക് നമസ്കരിക്കാനുള്ള ഉള്ള ഒരു ഗ്യാപ്പും പിന്നെ ചെറിയ മുസഹാഫും അതുപോലെ തന്നെ ഒരു വിളക്കേറ്റിക്കുള്ള സ്ഥലമൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഹസ്രത്ത് ഉബൈദുല്ലാഹി തങ്ങൾ ആദ്യമായി ഇരുന്നിരുന്ന സ്ഥലം എന്ന് അറിയപ്പെടുന്നത് അല്ലേ? സ്ഥലമാണ്. ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് 2 വാക്ക്. ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഈ കുന്നിനെ കുറിച്ച് 2 വാക്ക്. തങ്ങൾ ആദ്യമായിരുന്ന കണ്ടെത്തിയ സ്ഥലമാണ്. ഇപ്പോഴും നാട്ടുകാര് എല്ലാ പ്രാർത്ഥനയും നടത്തുന്ന സ്ഥലമാണ്. എല്ലാവരും ആദര ബഹുമാനത്തോടെ ആന്ധ്രത്തിലുള്ള എല്ലാ ജനങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴും മാത്തവള്ളി ഉണ്ടെങ്കിലും ആദ്യം എത്തിയ സ്ഥലമായതുകൊണ്ട് ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എല്ലാവരും ബഹുമാനിച്ച് ആദരിച്ച് നേർച്ചയൊക്കെ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കണ്ടെത്തി കുന്നിലെ കുമ്പൂലങ്ങ ഇറങ്ങി ഇരുന്ന സ്ഥലം. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആന്ത്രോത്ത് ദ്വീപിലെ നീളത്തിലും വീതിയിലും ഏറ്റവും സെന്റർ, നീളം നോക്കിയാലും വീതിയിൽ നോക്കിയാലും ഏറ്റവും നെടുവിൽ വരുന്ന ഒരു ഭാഗം ആന്ത്രോത്ത് ദ്വീപിന്റെ മധ്യബിന്ദു എന്ന് പറയാം അല്ലേ? നേരെ മധ്യഭാഗമാണ്. യെസ്. ആരുടെ കുന്ന്? പൈസിക്കുന്നാണ് ആ കാണുന്നത്. പൈസിക്കുന്ന്? ഏത് ഈ മൊട്ടക്കുന്നാണോ? അതാണ് ആ ചെറിയ പൈസയുടെ കഷന്റ് പോലെയുള്ള കുന്നാണ്. ഇതാണ് പൈസ. ഈ പൈസയുടെ കഷന്റ് ഉണ്ടോ? ഇതുപോലെ കുന്നാണ്. ചരിത്രങ്ങൾ അന്തിയുറങ്ങുന്ന കുന്ന്. ഇർഷാദ് സാർ ഏതും പറഞ്ഞാലോ, എന്താ പറയാനുള്ളത് ഇർഷാദ് സാറിന്? വളരെ സന്തോഷം. ഈ ഒരു സ്ഥലം കാണാനും ഇത് എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയ. സാധാരണ വേറെ ദ്വീപുകളൊക്കെ പിക്നിക്കിന് പോകാന്ന് പറഞ്ഞാൽ കടലിലേക്കും ബീച്ചിലേക്കും പോയി ഇറങ്ങലാണ്. പോയിട്ടുണ്ട്. അവിടേക്ക് ഇതുപോലെ ഒന്നും കാണാൻ നമുക്ക് പറ്റില്ല. ആന്ധ്രത്തിന്റെ ഒരു പ്രത്യേക, ആന്ധ്രത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. എന്ത് വെച്ചാൽ ഇങ്ങനെ ഒരു ഏരിയയും അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. അതേപോലെ ഇതുപോലുള്ള ഒരു ടീമിനോടൊപ്പം ഒരുമിച്ച് തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഓക്കെ. അൽത്താഫ് സാറിന് എന്താ പറയാനുള്ളത്? സാധാരണ പുറം ദ്വീപുകളിലൊക്കെ ബീച്ചിലേക്കൊക്കെയാണ് പിക്നിക്കിന് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നേരെ തിരിച്ചിട്ട് കാട്ടിലേക്കാണ് പിക്നിക്കിന് പോയത്. സാധാരണ കാണുന്നുണ്ട് കുട്ടികളെ കൊണ്ട് മൂല ബീച്ചിൽ പോകുന്നതാണ്. അപ്പൊ കഴിയുന്ന ഇങ്ങോട്ട് തന്നെ വരുന്ന കുട്ടികളെ കൊണ്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ വന്നതിന്റെ അനുഭവം? എങ്ങനെയുണ്ട് ഈ ഒരു ഏരിയയെ കുറിച്ച്? കാരണം നിങ്ങളുടെ കിളുത്തലിനൊക്കെ ഇതേപോലുള്ള ഏരിയാസ് ഉണ്ടാവോ? ഇത്രയും ഉണ്ടാവില്ല. അപ്പൊ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
കുട്ടികളെ കൊണ്ട് എപ്പോഴും ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം അല്ലേ? പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനും അനുഭവിച്ചറിയാനും അല്ലേ? ഇളം തെന്നൽ ഇളം തെന്നൽ കുട്ടികളെ കൊണ്ട് ഇങ്ങോട്ട് വരണം അല്ലേ? ഓക്കെ, ഇനി അമിനി ദ്വീപുകാരനായ സെയ്ദ് ഷെയ്ഖോയ സാറിന് എന്താ പറയുള്ളത്? കാരണം അമിനിയിൽ ഇതിനേക്കാളും കുറച്ച് കാടാണുള്ളത്. എന്നിരുന്നാൽ ഇത് വലിയൊരു കാടാണ്. നല്ല വെള്ളമുണ്ട്, വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. കാരണം അവൻ കൂളിംഗ് ഗ്ലാസ് എല്ലാം കൂളിംഗ് ഗ്ലാസ് എല്ലാം വച്ച് എല്ലാം മുഞ്ചത്ത് പറഞ്ഞ മെയിൻ അതിനാണ് വെള്ളം. അതല്ല, കണ്ടിന്യൂ അതൊന്നും കട്ടിയില്ല. പറഞ്ഞോ. പിക്നിക്കിന് എപ്പോഴും വരുന്നത് കാട്ടിലേക്കായിരിക്കണം. കാരണം ഈ മറ്റേ ബീച്ച് എല്ലാ സമയത്തും ബീച്ചിലേക്ക് ആണ്ട് പോലെ എല്ലാ വർഷവും ആണ്ട് നടത്തുന്ന പോലെ ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു മാറ്റി പിടിച്ചുകൊണ്ട് നമ്മളെ ഈ കാട്ടിൽ ഒന്ന് എല്ലാവരും ഒന്ന് പിക്നിക്ക് നടത്തി നന്നായിരിക്കും. എല്ലാ സ്കൂൾക്കാർക്കും മറ്റേ ഇതായിരിക്കട്ടെ, അനുഭവമായിരിക്കട്ടെ. ഇതൊരു ഇതായിരിക്കട്ടെ. കമാൽ സർ ഇപ്പൊ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട്. അതായത് ആന്ധ്രത്തിൽ 4 ഭാഗത്തായിട്ട് 4 അച്ഛന്മാരെന്ന് ഉണ്ടായിരുന്നു. 4 ഭാഗത്തായിട്ട് 4 അച്ഛന്മാർ. ഇപ്പൊ വെണ്ടാമ്പേലി അച്ഛൻ അങ്ങനെ. അപ്പൊ ഓരോ ഭാഗത്തിലുള്ള ഭാഗങ്ങൾ ഉള്ള മണ്ണ് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടാണ് ഈ കുന്നുകൾ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞു കേൾവി. അത് ശരി. 4 എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ മേച്ചേരി ഇതില് പോൾട്രി ഫാമിന്റെ അടുത്തുള്ള ആ ഭാഗം തൊട്ട് നമ്മളെ ഏകദേശം മൂല വരെയുള്ള ഭാഗത്ത് ഈ ഭാഗം കുറച്ച് താഴ്ന്നു നിൽക്കുന്ന 4 ജന്മികൾ. എനിക്കറിഞ്ഞ ഒരു അറിവ് വെച്ചിട്ട് കൃഷി ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ നിന്ന് മണലെടുത്തിട്ട് വേറെ കൂട്ടി ഇട്ട് താഴ്ന്ന പ്രദേശം കിട്ടാൻ വേണ്ടി. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഒരു തോട് പോലെ കാണാം. അതായത് മണ്ണ് മാന്തി എടുത്ത പോലെ തോന്നുന്ന ഭാഗങ്ങൾ കാണുന്നുണ്ട്. അവിടുന്ന് മണ്ണ് മാറ്റിയിട്ട് നമ്മളെ ഈ കുന്നാണ്. കാരണം ആവശ്യത്തിന് മറ്റേ വെള്ളം കിട്ടാനുള്ള ആവശ്യത്തിന് ഒരു സ്ഥലത്ത് നിന്ന് മണ്ണ് മാന്തി മറ്റൊരു സ്ഥലത്തേക്ക് ഇട്ടപ്പോൾ അത് വലിയൊരു കുന്നായി മാറിയതാണ്. പലതരം ഒറിജിനലായിട്ട് കുന്നും ഉണ്ടാകും, പക്ഷെ കൂടുതലും മാൻമേഡ്. കാരണം നമ്മൾ മണൽ എടുക്കുന്ന സമയത്ത് ഇവിടെ കല്ലൊക്കെ വെച്ചത് കാണാം സൈഡിൽ, മണ്ണ് ഒലിച്ചു പോകാണ്ടാവാൻ വേണ്ടി കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ സ്പോട്ടിൽ നിന്ന് നമ്മളെ യാത്രയാവുകയാണ്. സ്ഥലം കാലിയാക്കുകയാണ്. ഇനി അടുത്ത സ്പോട്ടിലേക്ക് തേടിയുള്ള യാത്ര. ട്രക്കിംഗ് ഇത് മൊത്തം എയർപോർട്ടാണ്. എപ്പോഴും ഭയപ്പെട്ടു. ഇല്ല, സാഹിത്യ പനിച്ചു പോയി. എന്നിട്ട് ഞാൻ മാത്രം ഭയപ്പെട്ടു. ഫൈൻ ഇറക്കണ്ടാണ് ഇവിടെ. ആർത്തിച്ചും കൊണ്ടുപോകാനാണ് കേൾക്കണ. ലുക്കുവാൻ എങ്ങോട്ടാണ്? ഇവിടെയൊക്കെ നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു ഉച്ച സമയമാണ്, എന്നാലും ഒരു തണുത്ത ഒരു അന്തരീക്ഷമാണ്. ഓക്കെ സാബിത്ത്, എന്താണ് ഇന്നത്തെ പിക്നിക്കിനെ കണ്ടുകൊണ്ടിരിക്കുന്നു? പണ്ടത്തെ പഴയ ഓർമ്മകളൊക്കെ കൊണ്ട് ഞങ്ങള് കടൽ കുളിക്കാനായിട്ട് എല്ലാവരും അങ്ങോട്ട് കടലോട്ട് മൂവിയാണ്. ഓക്കെ, കടൽ കളിക്കാൻ വേണ്ടി പോവാണല്ലേ? ഓക്കെ, സാവിത്വം കെടുത്തുകൊണ്ട് സാവിത്വത്തിലേക്ക് എടുത്ത്. ഓക്കെ, നമ്മളെ കണ്ടെത്തിക്കുന്ന് ആ ഒരു വഴിയിലാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളിപ്പോൾ റോഡിലേക്ക് വന്നിട്ടാണ്. ഇവിടെ ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. കോൺക്രീറ്റ് റോഡിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഗ്യാങ് അതാ നടന്നുകൊണ്ട് പോവുകയാണ് കേട്ടോ. എല്ലാവരും ഇന്ന് സൺഡേ, ഞായറാഴ്ച ഹോളിഡേ ആണ്, പിന്നെ റിപ്പബ്ലിക് ഡേ കൂടിയാണ്. അങ്ങനെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയതിനു ശേഷം ഒരു പിക്നിക്കിന് വേണ്ടി SBS ഇടച്ചേരിയിലെ അധ്യാപകർ പുറപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലുക്മാൻ സാർ ഇടയ്ക്കിടയ്ക്ക് ചില ഇലകളും ചെടികളൊക്കെ ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് ഇനി വല്ല പുസ്തകം എഴുതാനാണെന്നറിയില്ല. അദ്ദേഹം കിടത്താൻ ദൈവകാരനാണ്.
അപ്പോൾ കിളത്താൻ ദ്വീപിൽ ഏകദേശം എല്ലാവരും പുസ്തകം എഴുതുന്ന ആൾക്കാരാണ്, എഴുത്തുകാരാണ്, സാഹിത്യകാരന്മാരാണ്. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ വല്ല പുസ്തകം വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. സാറേ നെക്സ്റ്റ് പ്ലാൻ എന്താ? നമ്മളിനി നമ്മുടെ കോയാളുടെ അടുത്ത് പോയിട്ട് കടലിലിറങ്ങി ഇന്ന് വല വിടുന്ന പരിപാടിയാണ്. അത് ശരി. കോയാളുടെ അവിടെ പോയിട്ട് കടലിലിറങ്ങി വല വീശാൻ, വല വിടാനായിട്ട് പോവാണല്ലേ? അത് ശരി. ചുട്ട് തിന്നുന്നതായിരിക്കും. ഒന്നാം ഭാഗം അവസാനിക്കും. രണ്ടാം ഭാഗം ഇതിന്റെ അപ്പുറത്തേക്ക് ഇതേപോലുള്ള വലിയ കാടാണ്. ഈ റോഡുണ്ടല്ലോ, ഈ കോൺക്രീറ്റ് റോഡിന്റെ ഈ ഭാഗത്തും ഇതേപോലെ വലിയ റോഡാണ്. ഈ റോഡിനെ ക്യാമ്പ് റോഡ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്ന റൂട്ടിലേക്ക് പോകാനുള്ള ഒരു ചെറിയ റോഡ്, ഈ കോൺക്രീറ്റ് റോഡിൽ നിന്നും താഴോട്ട് ഇറങ്ങുന്നതാണിത്. വില തുച്ഛം ഗുണം മെച്ചം. നമ്മുടെ മേളാശ്ശേരിയിലെ കാട്ടിലൊക്കെ പോയി കറങ്ങി അടിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ ബീച്ചിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ മീൻ പിടിക്കാനാണ് എക്സ്പെർട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി സാറ് തന്നെ പറയും. ഞാൻ നിഷേധിക്കുന്നില്ല. രണ്ട് സെക്ഷനായിട്ടാണ് ഇന്നത്തെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ നാടിൻ്റെ മധ്യഭാഗത്തുള്ള മേള സൈറ്റ് ഇവിടെയെല്ലാം കണ്ടു. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുന്നു. നമ്മുടെ സഫറുല്ലാ സാറിൻ്റെ വീടിന് മുമ്പിൽ നിന്നാണ് ഇത് തുടങ്ങാൻ പോകുന്നത്. നമ്മൾ ഈ വല കൊണ്ട് നമ്മളെല്ലാവരും കുറേ മീനുകളെ പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതാണ്. മീൻ കിട്ടുമോന്ന് നമുക്കറിയില്ല. ചിലർക്ക് കിട്ടുന്നു, ചിലർക്ക് കിട്ടില്ല. ആഴക്കടലിൽ മീൻ പിടിക്കുന്ന എക്സ്പേർട്ട് അതാ വരികയാണ് നമ്മുടെ ലുക്കുമാൻ. അദ്ദേഹത്തിന് അതിന്റെ കോസ്റ്റ്യൂമിലാണ് അദ്ദേഹം വരുന്നത്. ആ ലുക്കുമാൻ ഒന്ന് കാണിച്ചു. ആഴക്കടൽ ഇതാണ് ലുക്കുമാൻ എന്ന് പറയുന്നത്. മീൻ എവിടെ കിടക്കുന്നു എന്ന് ഇദ്ദേഹത്തിനെ അറിയത്തുള്ളൂ. മീനിനെ പോലെ ചെറിയ ഈ മുരലിലെ ഞങ്ങളുടെ മീനിനെ പോലെയാണ് ഇപ്പോൾ ഈ ഡ്രസ് ഇട്ടത്. മീനിന് സംശയം തോന്നുന്നു, ഇത് മുരലാണോ? സാധിക്കുന്നതാണ് മാത്രം.
പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടം. ഞങ്ങളൊരു നാടൻ ബിരിയാണി മാത്രമായിരുന്നു പഴം, ഗലാഞ്ചി പോലെ ഒക്കെ സെറ്റാക്കി. അപ്പോൾ ഇതെല്ലാം മുട്ടോളം അടിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചിരിക്കുന്നു.